ഓക്കെ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഇവിടെ വരെ പഠിച്ചു. കഴിഞ്ഞ ക്ലാസ് അവിടെ അപ്പൊ ഈ ഡയഗ്രത്തിന് എന്തൊക്കെ പാർട്സ് ഉണ്ട്? ഈ ഡയഗ്രത്തിന് എന്തൊക്കെ പാർട്സ് ഉണ്ട്, എന്തൊക്കെ കാര്യങ്ങളുണ്ട്? ഈ കർവ് എന്തിനാ സൂചിപ്പിക്കുന്നത്? കർവ് എന്തിനാ സൂചിപ്പിക്കുന്നത്? ട്രാൻസ്ഫോർമേഷൻ ബിഗിൻസ്. ഈ കർവ് ട്രാൻസ്ഫോർമേഷൻ എൻഡ് ചെയ്യും അല്ലേ? പിന്നെ ഓക്കെ, അപ്പൊ ടൈം ഏറ്റവും കൂടുതൽ എവിടെയാണ് വരുന്നത്? യൂട്രിറ്റിക് ടെമ്പറേച്ചറിന് തൊട്ട് താഴെ അല്ലേ? അപ്പൊ ടൈം നമ്മുടെ ആ ടൈം കൂടുതൽ യൂട്രിക് ടെമ്പറേച്ചർ തൊട്ട് താഴെയാണ്. അപ്പൊ ഈ ഭാഗത്ത് വരുന്ന പിഎൽഐറ്റിന്റെ സ്ട്രക്ചർ എന്തുമായിരിക്കും? കോർ സ്ട്രക്ചർ ആയിരിക്കും അല്ലേ? ഇപ്പൊ ഈ ഭാഗത്ത് ടൈം കുറവാണ്. അപ്പൊ ഇവിടെ എന്ത് സ്ട്രക്ചർ ആയിരിക്കും പിഎൽഐറ്റിന്റെ? 5 സ്ട്രക്ചർ ആയിരിക്കും. പിന്നെ നമ്മൾ പറഞ്ഞു നിർത്തിയത് 540 ഡിഗ്രി സെൽഷ്യസിന് താഴെ നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഓസ്നൈറ്റ് കൺവേർട്ട് ആവുന്നത് പിയർലൈറ്റ് ആയിട്ട് ആയിരിക്കത്തില്ല. പിന്നെന്ത് പറഞ്ഞത്? എന്തുകൊണ്ടാ മാറുന്ന പറഞ്ഞത്? ബയണൈറ്റ് ആയിട്ട് മാറും. അപ്പൊ ഈ പിയർലൈറ്റിന്റെയും ബയണൈറ്റിന്റെയും കോൺസ്റ്റിറ്റ്യൂവൻസ് സെയിം തന്നെയാണ്. അതായത് ആൽഫ ഫൊറൈറ്റും ഉണ്ട്, പിന്നെ സിമെന്റേറ്റും ഉണ്ട്. പക്ഷെ എന്താ ഡിഫറൻസ്? പിയർലൈറ്റിനകത്ത് സ്ട്രക്ചർ എന്ന് പറയുമ്പം എങ്ങനെ? പ്ലേറ്റ് ലൈക്ക് ലാമില്ല എന്താ പറയുന്നത്, അല്ലെങ്കിൽ ആൾട്ടർനേറ്റിംഗ് ലെയർ ഓഫ് ആൽഫ ആൻഡ് സിമെന്റേറ്റ് ആണുള്ളത്. പക്ഷേ ബേണൈറ്റിനകത്ത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആൽഫ ഇവിടെ ഇങ്ങനെ ഉണ്ട്, ആൽഫ മെട്രിക്സ് ഉണ്ട്. ആൽഫ മെട്രിക്സിനകത്ത് സിമെന്റേറ്റ് എങ്ങനെ കാണപ്പെടുന്നത്? നീഡിൽ ഷേപ്പ് ആയിരിക്കും. എന്താണ്? നീഡിൽ ഷേപ്പ് ആയിരിക്കും. അപ്പൊ അങ്ങനെ ഉണ്ടാവുന്ന സ്ട്രക്ചറിനെ പറഞ്ഞവരാണ് എന്താ പറയുന്നത്? ബയോണൈറ്റ്. ഇറ്റ് ഫോംസ് എ നീഡിൽ ഷേപ്പ് ആയിരിക്കും. നീഡിൽ അല്ലെങ്കിൽ പ്ലേറ്റ്, കൂടുതൽ നീഡിൽ ഷേപ്പ് ആയിരിക്കും വരുന്നത്. ഈസ് കമ്പോസ്ഡ് ഓഫ് എ ഫെറൈറ്റ് മെട്രിക്സ് വിത്ത് നീഡിൽ ലൈക്ക് പാർട്ടിക്കിൾസ് ഓഫ് സിമെന്റേറ്റ്. സിമെന്റേറ്റ് എങ്ങനെ ആയിരിക്കും? നീഡിൽ ലൈക്ക് പാർട്ടിക്കിൾസ് ആയിരിക്കും വരുന്നത്. അപ്പൊ നമുക്ക് 540 ഡിഗ്രി സെൽഷ്യസ് വരെ 540 ഡിഗ്രി സെൽഷ്യസ് മുതൽ 215 വരെ എക്സ്റ്റെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവിടെ എന്തുമായിരിക്കും കിട്ടുന്നത്? ബയോണൈറ്റ് ആയിരിക്കും കിട്ടുന്നത്. അപ്പൊ നമ്മൾ പറഞ്ഞു യൂട്രിക്ടോൾ ടെമ്പറേച്ചറിന് തൊട്ട് താഴെ മുതൽ യൂട്രിക്ടോൾ ടെമ്പറേച്ചർ ആണ് ഇവിടെ. യൂട്രിക്ടോൾ ടെമ്പറേച്ചർ തൊട്ട് താഴെ മുതൽ ഏകദേശം 540 വരെ നമ്മൾ കൂൾ ചെയ്യുമ്പോൾ എന്താ കിട്ടുന്നേ? പിയർലൈറ്റ് കിട്ടും. 540 മുതൽ ഓൾമോസ്റ്റ് ഒരു 240 വരെ നമുക്ക് കൂൾ ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടുന്നത്? 540 മുതൽ 250 വരെ നമ്മൾ കൂൾ ചെയ്യുമ്പോൾ നമുക്ക് പിയർലൈറ്റ് ആണോ കിട്ടുന്നത്? പിന്നെന്താണ്? എന്താ കിട്ടുന്നത്? ബയോണൈറ്റ് കിട്ടുന്നത്. ബയോണൈറ്റ് പ്രത്യേകത എന്താണ്? പിയർലൈറ്റ് ഡിഫറൻസ് ആയിട്ടാണ്. കോൺസ്റ്റിറ്റ്യൂവൻസി സെയിം ആണ്. എന്താണ്? ആൽഫ ഫൊറൈറ്റും സിമെന്റേറ്റും തന്നെയാണ്. പക്ഷെ എന്താണ് ഡിഫറൻസ്? എന്താ ഡിഫറൻസ്? ആൽഫ മെട്രിക്സിനകത്ത് സിമെന്റേറ്റ് കാണപ്പെടുന്നത് നീഡിൽ ലൈക്ക് ഷേപ്പിലായിരിക്കും. ഓക്കെ, അപ്പൊ ബയോണൈറ്റ് നോക്കി, ഇത് കണ്ടോ?
അപ്പൊ 540 കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് ഏകദേശം ഒരു 215 വരെ 540 കഴിഞ്ഞിട്ട് 215 വരെ ഫോം ചെയ്യുന്നത് ഓസ്റ്റനേറ്റ് കൂൾ ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടുന്നത്? 540 മുതൽ 215 വരെ നമ്മൾ ഇത് ഈ ഇത്ര റേഞ്ചിലുള്ള ടെമ്പറേച്ചറിലുള്ള ഓസ്റ്റനേറ്റ് നമ്മൾ ഐസോതെർമൽ കൂൾ ചെയ്ത് നമുക്ക് എന്തുവാ കിട്ടുന്നത്? ഇത്രയും എന്തോ കിട്ടുന്നത്? ബയോണൈറ്റ് കിട്ടും. പക്ഷേ യൂട്ടെക്ടോൺ ടെമ്പറേച്ചർ മുതൽ 240 വരെയുള്ള ഗാമ ഓസ്റ്റനേറ്റ് കൂൾ ചെയ്ത് എന്ത് കിട്ടും? ഇത് കിട്ടും. കേൾക്കുന്നില്ലേ? ഹലോ കേൾക്കുന്നുണ്ടോ? പിയർലൈറ്റ് കിട്ടും. അപ്പൊ ഇതിന് ശേഷം ഈ ഒരു ലൈൻ എന്തുമായിരിക്കും? ഇവിടെ എന്തുമായിരിക്കും? ഈ ഒരു ലൈൻ എന്തുമായിരിക്കും? ഈ ഒരു ലൈൻ എന്താണ്? പിയർലൈറ്റ് ട്രാൻസ്ഫോർമേഷൻ ബിഗിനിങ് ആണ്. ഈ ലൈൻ എന്താണ്? പിയർലൈറ്റ് ട്രാൻസ്ഫോർമേഷൻ എൻഡിങ് ആണ്. അപ്പൊ ഈ ലൈൻ എന്തുമായിരിക്കും? ബയോണൈറ്റ് ട്രാൻസ്ഫോർമേഷൻ എൻഡിങ് ആയിരിക്കും, സ്റ്റാർട്ടിങ് ആയിരിക്കും. ഇവിടോ ഇതെന്താണ്? ബയോണൈറ്റ് ട്രാൻസ്ഫോർമേഷൻ എൻഡിങ് ആയിരിക്കും. അപ്പൊ ഇവിടെ ഇൻ ബിറ്റ്വീൻ എന്തായിരിക്കും? ഈ ഇൻ ബിറ്റ്വീൻ എന്തുമായിരിക്കും ഉള്ളത്? ഈ രണ്ട് ലൈനിന്റെ ഇടയ്ക്ക് എന്തുമായിരിക്കും ഉള്ളത്? പിയർലൈറ്റും കാണും, ഓസ്റ്റനേറ്റിംഗ്. ഇവിടെ ഓസ്റ്റനേറ്റ് മാത്രം, ഇവിടെ പിയർലൈറ്റ് മാത്രം. പക്ഷെ 540 ഡിഗ്രി സെൽഷ്യസ് താഴെ കഴിഞ്ഞാൽ നമ്മൾ ഓസ്റ്റനേറ്റ് കൂൾ ചെയ്യുമ്പോൾ നമുക്ക് എന്തോ കിട്ടുന്നത്? 540 അപ് ടു 215 വരെ നമുക്ക് എന്തോ കിട്ടും? പറഞ്ഞേ, എന്താ കിട്ടുന്നത്? നിങ്ങൾ പറയാനും പോയിട്ടില്ല, കേൾക്കുന്നില്ല, ഇത് റെസ്പോണ്ട് ചെയ്യാത്ത, മനസ്സിലാവുന്നില്ല. ഹലോ, ഓക്കെ. അതായത് നമ്മൾ പറഞ്ഞു യൂട്ടെക്ടോഡ് ടെമ്പറേച്ചർ മുതൽ ഈ ടെമ്പറേച്ചർ മുതൽ ഓൾമോസ്റ്റ് എന്ത് പറഞ്ഞ യൂട്ടെക്ടോഡ് ടെമ്പറേച്ചർ മുതൽ, അതായത് യൂട്ടെക്ടോഡ് ടെമ്പറേച്ചർ ഇത് മുതൽ ഓൾമോസ്റ്റ് 540 ഡിഗ്രി സെൽഷ്യസ് വരെ നമ്മൾ ഓസ്റ്റനേറ്റ് കൂൾ ചെയ്യുമ്പോൾ നമുക്ക് ഓക്കെ. ഇപ്പൊ സ്ക്രീൻ കാണുന്നില്ല. ഓക്കെ, നമ്മൾ പറഞ്ഞു വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് യൂട്ടെക്ടോഡ് ടെമ്പറേച്ചർ മുതൽ 540 ഡിഗ്രി സെൽഷ്യസ് വരെ നമ്മൾ ഓസ്റ്റനേറ്റ് എന്ന് പറയുന്ന മെറ്റീരിയൽ ഐസോതെർമലി കൂൾ ചെയ്യുമ്പോൾ നമുക്ക് എന്തോ കിട്ടുന്നത്? ഐസോതെർമലി കൂൾ ചെയ്യുമ്പോൾ നമുക്ക് എന്തോ കിട്ടുന്നത്? പിയർലൈറ്റ് ആണ് കിട്ടുന്നത്. 540 ഡിഗ്രി സെൽഷ്യസ് വരെ 540 ഡിഗ്രി സെൽഷ്യസ് വരെ കൂൾ ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടുന്നത്? ആ ടെമ്പറേച്ചർ വരെയുള്ള ഓസ്റ്റനേറ്റ് കൂൾ ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടുന്നത്? പിയർലൈറ്റ് ആണ് കിട്ടുന്നത്. ആ ഭാഗത്ത് രണ്ട് കർവ് ഉണ്ട്. ഒന്ന് പിയർലൈറ്റ് ട്രാൻസ്ഫോർമേഷൻ തുടങ്ങുന്ന കർവ് ഉണ്ട്, പിന്നെന്താണ്, ഒന്ന് പിയർലൈറ്റ് ട്രാൻസ്ഫോർമേഷൻ എൻഡ് ചെയ്യുന്ന കർവ് ഉണ്ട്. ഉണ്ടോ? പിയർലൈറ്റ് ട്രാൻസ്ഫോർമേഷൻ തുടങ്ങുന്ന കർവ് ഉണ്ട്, പിയർലൈറ്റ് ട്രാൻസ്ഫോർമേഷൻ എൻഡ് ചെയ്യുന്ന കർവ് ഉണ്ട്. ആ രണ്ട് കർവാണ് ഞാൻ കാണിച്ചിരിക്കുന്നത്. ഉണ്ടോ?
കണ്ടോ ഇവിടെ കണ്ടോ ഇത് PLA ട്രാൻസ്ഫോർമേഷൻ തുടങ്ങുന്ന കർവ് ഓക്കെ. അപ്പോൾ PLA ട്രാൻസ്ഫോർമേഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന കർവ് ഇതാണ്, PLA ട്രാൻസ്ഫോർമേഷൻ എൻഡ് ചെയ്യുന്ന കർവ് ഇതാണ്. അപ്പോൾ അത് എവിടെ തൊട്ട് എവിടം വരെ മാത്രമേ PLA ഉണ്ടാകത്തുള്ളൂ? യൂടെക്ടോൾ ടെമ്പറേച്ചർ മുതൽ ഏകദേശം 540°C വരെ, ഇത്രയും മാത്രമേ ഉള്ളൂ. ഈ 540ക്ക് താഴോട്ട് നമ്മളുള്ള ഓസ്നേറ്റ് നമ്മൾ കൂൾ ചെയ്യുമ്പോൾ ഏകദേശം 540 മുതൽ ഏകദേശം 215 വരെയുള്ള ഓസ്നേറ്റ് നമ്മൾ കൂൾ ചെയ്യുമ്പോൾ നമുക്ക് PLA അല്ല കിട്ടുന്നത്, പകരം എന്തോ കിട്ടുന്നത്? ബയണൈറ്റ് ആണ് കിട്ടുന്നത്. ബയണൈറ്റിന്റെ പ്രത്യേകത എന്താണ്? അതിനകത്ത് കോൺസ്റ്റിറ്റ്യൂന്റ് ഇതിനകത്ത് കോൺസ്റ്റിറ്റ്യൂന്റ് ആൽഫയും Fe3C ആണ്. ഇതിനകത്തും ആൽഫയും Fe3C തന്നെയാണ്. പക്ഷെ ഇതിനകത്ത് പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഓൾട്ടർനേറ്റിംഗ് ലെയർ മാത്രമല്ല, അങ്ങനെ നീഡിൽ ഷേപ്പ് ഒന്നുമില്ല. പക്ഷെ ഇതിനകത്ത് ഈ ബയണൈറ്റിനകത്ത് സിഗ്നേറ്റ് എങ്ങനെ കാണപ്പെടുന്നത്? നീഡിൽ ഷേപ്പ് സ്ട്രക്ചറാണ് ബേണൈറ്റിനകത്ത് PLA കാണപ്പെടുന്നത്. അപ്പം ബേണൈറ്റ് ഫോം ചെയ്യുന്ന ടെമ്പറേച്ചർ റേഞ്ച് എത്ര? 540 മുതൽ 215 വരെ. അപ്പം ബേണൈറ്റ് ഫോം ചെയ്യുമ്പോൾ നമുക്ക് ടൈം എന്ന് പറയുമ്പോഴത്തേന് അവിടെ വളരെ കുറവാണ് ഉണ്ടാകുന്നത്. അപ്പം PLA ഫോം ചെയ്യുന്ന ടെമ്പറേച്ചർ എത്രയാണ്? യൂടെക്ടോൾ ടെമ്പറേച്ചർ മുതൽ 540°C വരെയാണ് PLA ഫോം ചെയ്യുന്നത്. ബേണൈറ്റ് ഫോം ചെയ്യുന്നത് 540 മുതൽ 215 വരെ. ഈ കർവിന് പറയുന്ന പേരാണ് എന്താണ്? ബേണൈറ്റ് ട്രാൻസ്ഫോർമേഷൻ ബിഗിനിങ് ആണ്. ഓക്കെ. ഈ കർവിൽ എന്താണ്? ബേണൈറ്റ് ട്രാൻസ്ഫോർമേഷൻ ബിഗിൻ ചെയ്യും. ഈ കർവിൽ എന്താണ്? ബേണൈറ്റ് ട്രാൻസ്ഫോർമേഷൻ. അപ്പൊ ഇൻ ബിറ്റ്വീൻ എന്തുമായിരിക്കും ഉള്ളത്? ആ കർവിന്റെ ഇൻ ബിറ്റ്വീൻ എന്തുമായിരിക്കും? ആ കർവിന്റെ ഇൻ ബിറ്റ്വീൻ എന്തുമായിരിക്കും? ഓക്കെ. അപ്പൊ ഇവിടെ നമുക്ക് ഓസ്നേറ്റ് ആണ്, ഇവിടെ PLA ആണ്. അപ്പൊ ഇവിടെ എന്തുവാ ഉള്ളത്? ഓസ്നേറ്റും PLA അല്ലെ? അപ്പൊ ഇത്രയും ഈ കർവിന്റെ സ്റ്റാർട്ടിങ് PLA ഉണ്ടായി തുടങ്ങുന്നത്. അപ്പൊ ഈ കർവിന്റെ ഇവിടെ എത്തുമ്പോഴത്തേന് PLA 100% ഓസ്നേറ്റ് PLA കൺവേർട്ട് ആയി. അതുപോലെ തന്നെ ഇവിടെ ഉണ്ടാകുന്നതാണ് ബേണൈറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്, ട്രാൻസ്ഫോർമേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ പോയിന്റിലെത്തി പിന്നെ സംഭവിക്കും. ബേണൈറ്റ് 100% ബേണൈറ്റ് ഓസ്നേറ്റ് ബേണൈറ്റ് ആയിട്ട് കൺവേർട്ട് ആയി മാറുന്നു. അത്രയും ക്ലിയർ ആയോ? ഹലോ, കേൾക്കുന്നുണ്ടോ? ഹലോ കേൾക്കുന്നുണ്ടോ? ഓക്കെ. അപ്പൊ രണ്ടാമത്തെ കേസ്. ഓക്കെ. അപ്പൊ നമ്മളിപ്പോ പറഞ്ഞു യൂടെക്ടോൾ ടെമ്പറേച്ചർ മുതൽ 540 വരെയുള്ള ഓസ്നേറ്റ് കൂൾ ചെയ്ത് നമുക്ക് എന്ത് കിട്ടും? പറ. യൂടെക്ടോൾ ടെമ്പറേച്ചർ മുതൽ 540°C വരെയുള്ള ഓസ്നേറ്റ് കൂൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് സംഭവിക്കും? എന്ത് കിട്ടും? നമുക്ക് കിട്ടുന്നത് PLA ആണ് അല്ലെ? 540 മുതൽ 215 വരെ ആണെങ്കിലോ ബേണൈറ്റ് ആണ്. ഇനി നമുക്ക് ബേണൈറ്റ് ലാസ്റ്റത്തെ കമ്പോണന്റ് ആണ് മാഗ്നസൈറ്റ്. എന്താണ് ലാസ്റ്റത്തെ കമ്പോണന്റ്? ആണ്
മാർട്ടൻസൈറ്റ്. മാർട്ടൻസൈറ്റ് എന്ന് പറയുന്നത് എപ്പോഴാണ് ഫോം ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റാപ്പിഡ് കൂളിംഗ് ആണ്. അതായത് നമ്മൾ ഈ എന്താ പറയുന്നത് ഈ കൂളിംഗ് ടൈം കൊടുക്കുന്നതേ ഇല്ല, പെട്ടെന്ന് തന്നെ റാപ്പിഡായിട്ട് കൂൾ ചെയ്യുവാണ്. ഓക്കെ, പിയർലൈറ്റ് എന്ന് പറയുമ്പോൾ എങ്ങനെ ആയിരിക്കും, സ്ലോ കൂളിംഗ് ആണ്. ബേണൈറ്റ് എന്ന് പറയുമ്പോൾ കുറച്ചും കൂടെ ഫാസ്റ്റ് ആണ്, പക്ഷെ മോഡറേറ്റ് ടൈപ്പ് കൂളിംഗ് ആണ്. പക്ഷെ ഭയങ്കര ഫാസ്റ്റ് ആയിട്ട് കൂൾ ചെയ്യുവാണ്. റാപ്പിഡ് കൂളിംഗ് ആണെന്നുണ്ടെങ്കിൽ റാപ്പിഡ് കൂളിംഗ് ടു റിലേറ്റീവ് ലോ ടെമ്പറേച്ചർ. ഇപ്പൊ പെട്ടെന്ന് ഒരു മോട്ടർ മെറ്റൽ 1000°C ഇരിക്കുന്നത്, അതിന് പെട്ടെന്ന് എങ്ങനെ ഒരു 50°C വരുമ്പോഴത്തേന് അവിടെ എന്തുമായിരിക്കും ഫോം ചെയ്യുന്നത്, ബയോണൈറ്റ് ഫോം ചെയ്യത്തില്ല, പിയർലൈറ്റ് ഫോം ചെയ്തില്ല, പിന്നെ മാർട്ടൻസൈറ്റ് ആയിരിക്കും ഫോം ചെയ്തത്. അപ്പൊ പറഞ്ഞാൽ മനസ്സിലായോ? ഇപ്പൊ 100°C ഒരു മോൾട്ടൺ മെറ്റൽ കാസ്റ്റേഡ് അല്ല മോൾട്ടൺ, അതിനെ ഞാൻ 50°C കൊണ്ടുവരുന്നു. പക്ഷെ വളരെ പതുക്കെ സ്ലോലി കൊണ്ടുവരുന്നുണ്ടെങ്കിൽ അവിടെ ഉണ്ടാവുന്ന കമ്പണന്റ് ആയിരിക്കും പിയർലൈറ്റ് ആയിരിക്കും അവിടെ ഉണ്ടാവുന്നത്. മനസ്സിലായില്ലേ? കാരണം എന്തുകൊണ്ടാണ് പിയർലൈറ്റ് ഉണ്ടാവുന്നത്? സ്ലോ അവിടെ നിന്ന് വെച്ച് അതൊക്കെ കൂൾ ചെയ്യുമ്പോൾ നമുക്ക് പിയർലൈറ്റ് ഉണ്ടാവും. അതല്ല, ഒരു മോഡറേറ്റ് ലെവലിൽ ഫാസ്റ്റ് ആയിട്ട് കൂൾ ചെയ്യുമ്പോൾ നമുക്ക് ബിയർലൈറ്റ് ഉണ്ടാവും. പക്ഷെ ഫാസ്റ്റ് കൂളിംഗ് ആണെന്നുണ്ടെങ്കിൽ സഡൻ കൂളിംഗ് ക്വെഞ്ചിങ് അവിടെ ഉണ്ടാവുന്ന പ്രൊഡക്റ്റ് ആണ് മാർട്ടൻസൈറ്റ് എന്ന് പറയുന്ന പ്രൊഡക്റ്റ്. ഓക്കെ, മാർട്ടൻസൈറ്റ് എപ്പോഴും ഉണ്ടാവുന്നത് ഡിഫ്യൂഷൻ ലെസ് ട്രാൻസ്ഫോർമേഷൻ ആണ്. എന്താണ് മാർട്ടൻസൈറ്റ് എപ്പോഴും ഉണ്ടാവുന്നത്? ഡിഫ്യൂഷൻ ലെസ് ട്രാൻസ്ഫോർമേഷൻ ആണ്. പിയർലൈറ്റിനകത്ത് ഡിഫ്യൂഷൻ ഉണ്ടാവത്തില്ലേ? പിയർലൈറ്റിനകത്ത് ഡിഫ്യൂഷൻ ഉണ്ടാകും, ബയോണൈറ്റിനകത്ത് ഡിഫ്യൂഷൻ ഉണ്ടാകും, പക്ഷെ മാർട്ടൻസൈറ്റിനകത്ത് ഡിഫ്യൂഷൻ ഉണ്ടാകത്തില്ല അല്ലേ? ഒരു സെക്കൻഡ്, നിങ്ങൾ അത് നോക്കും. അപ്പൊ മാർട്ടൻസൈറ്റ് എന്ന് പറയുമ്പോൾ എന്താണ്? റാപ്പിഡ് കൂളിംഗ് കൊണ്ടുണ്ടാവുന്ന ഒരു പ്രോഡക്റ്റ് ആണ് മാർട്ടൻസൈറ്റ്. മാർട്ടൻസൈറ്റിന്റെ പ്രത്യേകത എന്തൊക്കെയാണ്? എന്തൊക്കെയാ മാർട്ടൻസൈറ്റിന്റെ പ്രത്യേകത? അടുത്ത ഡിഫ്യൂഷൻ ലെസ് ട്രാൻസ്ഫോർമേഷൻ ആണ്. പിന്നെ എന്താണ്, എന്തുകൊണ്ടാണ് ഡിഫ്യൂഷൻ ലെസ് ട്രാൻസ്ഫോർമേഷൻ ആകുമ്പോഴത്തേന് ഈ കൂളിംഗ് എന്ന് പറഞ്ഞാൽ റാപ്പിഡ് ആണ്. ഓക്കെ, അങ്ങനെ അത്രയും ഫാസ്റ്റ് ആയിട്ട് കൂൾ ചെയ്യുമ്പോഴത്തേന് കാർബൺ ആറ്റംസിന് എന്താ പറയുന്നത് ആ മെട്രിക്സിനകത്തോട് ഡിഫ്യൂസ് ചെയ്യാനുള്ള സമയം കിട്ടത്തില്ല. ഓക്കെ, അതായത് ഓക്കെ, this transformation occurs only when the cooling rate is rapid enough to prevent the diffusion of carbon. കാർബൺ ആറ്റംസിന്റെ ഡിഫ്യൂഷൻ നടക്കാനുള്ള ടൈം പോലും അവിടെ കിട്ടുന്നില്ല, കാരണം അത്ര ഫാസ്റ്റ് ആണ് ഈ കൂളിംഗ്. സോ ഇറ്റ് ഈസ് ആൻ ഇൻസ്റ്റന്റേനിയസ് ട്രാൻസ്ഫോർമേഷൻ ആസ് ദ മാർട്ടൻസൈറ്റ് ഗ്രെയിൻസ് ന്യൂക്ലിയേറ്റ് ആൻഡ് ഗ്രോ അറ്റ് വെരി റാപ്പിഡ് റേറ്റ്. അതായത് ഓസ്നേറ്റ് ഭയങ്കര ഫാസ്റ്റ് റാപ്പിഡ് ആയിട്ട് കൂൾ ചെയ്യുമ്പോൾ നമുക്ക് ഉണ്ടാവുന്ന പ്രോഡക്റ്റ് ആണ് മാർട്ടൻസൈറ്റ്. അപ്പൊ നമ്മൾ ഓസ്നേറ്റ് കൂൾ ചെയ്യുമ്പോഴുള്ള 3 പ്രോഡക്റ്റിനെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞത്. അപ്പൊ എന്തൊക്കെയാ 3 പ്രോഡക്റ്റ് നമുക്ക് ആദ്യം നോക്കാം. എന്തൊക്കെയാ 3 പ്രോഡക്റ്റ്? ഓസ്നേറ്റ് നമ്മൾ സ്ലോ കൂൾ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് സംഭവിക്കുന്നത്? സ്ലോ കൂൾ ചെയ്യുമ്പോൾ പിയർലൈറ്റ് കിട്ടുന്നു. ഓക്കെ, സ്ലോലി കൂൾ ചെയ്ത് നമുക്ക് പിയർലൈറ്റ് കിട്ടുന്നു. പിയർലൈറ്റിന്റെ സ്ട്രക്ചർ എങ്ങനെയാണ്? പ്ലേറ്റ് ലൈക്ക് ലാമിനാർ സ്ട്രക്ചർ അല്ലെങ്കിൽ ഓൾട്ടർനേറ്റിംഗ് ലെയർ ഓഫ് ആൽഫ ആൻഡ് സിമെന്റേറ്റ് എന്ന് പറയാം, Fe3C എന്ന് പറയാം. റാപ്പിഡ് കൂളിംഗ് ആകുമ്പോൾ എന്ത് സംഭവിക്കും? റാപ്പിഡ് കൂളിംഗ് ആകുമ്പോഴാണ് നമുക്ക് എന്തുണ്ടാവുന്നത്? മാർട്ടൻസൈറ്റ് ഉണ്ടാവുന്നത്. ഓക്കെ, മാർട്ടൻസൈറ്റ് എന്ന് പറയുമ്പോഴത്തേന് അതിനകത്ത് ഡിഫ്യൂഷൻലെസ് ട്രാൻസ്ഫോർമേഷൻ ആണ് മാർട്ടൻസൈറ്റ്. അതല്ല, ഐസോതെർമൽ ട്രീറ്റ്മെന്റ് ആണെന്ന് പറഞ്ഞാൽ നമുക്ക് ബേണൈറ്റ് ഉണ്ടാവും. ഇത് 3ഉം ഉണ്ടാകുന്ന ടെമ്പറേച്ചർ റേഞ്ച് എന്ന് പറയുമ്പോൾ എങ്ങനെ? പിയർലൈറ്റ് ഉണ്ടാകുന്ന യൂടെക്ടോയിഡ് ടെമ്പറേച്ചർ മുതൽ എത്ര വരെ? 540°C വരെ. ബയോണൈറ്റ് 540 മുതൽ 250 വരെ. പക്ഷേ മാർട്ടൻസൈറ്റ് റാപ്പിഡ് കൂളിംഗ് ഉണ്ടാകുമ്പോഴാണ് മാർട്ടൻസൈറ്റ് ഉണ്ടാകുന്നത്. അപ്പൊ ഇതിനകത്ത് മാർട്ടൻസൈറ്റും കൂടെ ഇൻക്ലൂഡ് ചെയ്തുള്ള ഡയഗ്രം നമുക്ക് നോക്കാം. അപ്പൊ നമ്മൾ ബയോണൈറ്റും കൂടി ഇൻക്ലൂഡ് ചെയ്തുള്ള ഡയഗ്രം നമ്മൾ വരച്ചായിരുന്നു അല്ലേ? 7 ടെമ്പറേച്ചർ മുതൽ ഓൾമോസ്റ്റ് ഒരു 540°C വരെ നമുക്ക് എന്താണ് പിയർലൈറ്റ് ഉണ്ടാകുന്നത് അല്ലെ? ഓസ്നേറ്റ് കൂൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പിയർലൈറ്റ് ഉണ്ടാകുന്നത്. പിന്നെ ഈ 540 മുതൽ ഓൾമോസ്റ്റ് ഒരു 215 വരെ നമുക്ക് എന്തുണ്ടാവുന്നത്? ബേണൈറ്റ് ഉണ്ടാകുന്നത് അല്ലെ? ഇനി നമുക്ക് ഫാസ്റ്റ് റാപ്പിഡ് കൂളിംഗ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന പ്രോഡക്റ്റ് എന്താണ്? റാപ്പിഡ് കൂളിംഗ് ചെയ്യുന്ന പ്രോഡക്റ്റ് എന്താണ്?
മാർട്ടൻസൈറ്റ് ആണ് ഉണ്ടാകുന്നത്. അപ്പൊ ഇതാണ് റാപ്പിഡ് കൂളിംഗ് ഉണ്ടാകുമ്പോൾ ബയോണൈറ്റ് അല്ല, മാർട്ടൻസൈറ്റ് ആണ് ഉണ്ടാകുന്നത് അല്ലേ. മാർട്ടൻസൈറ്റ് ഡിഫ്യൂഷൻ ലെസ് ട്രാൻസ്ഫോർമേഷൻ ഓഫ് കാർബൺ ആണ്. അപ്പം മാർട്ടൻസൈറ്റിന്റെ സ്റ്റാർട്ടിംഗ് ആണ് ഈ ലൈൻ കാണിച്ചിരിക്കുന്നത്. മാർട്ടൻസൈറ്റിന്റെ 50% ആണ് ഈ ലൈൻ കാണിച്ചിരിക്കുന്നത്. മാർട്ടൻസൈറ്റിന്റെ 90% ആണ് ഈ ലൈൻ കാണിച്ചത്. മാർട്ടൻസൈറ്റിന്റെ ഫോർമേഷന്റെ 3 ലൈനാണ്. മാർട്ടൻസൈറ്റ് സ്റ്റാർട്ടിങ്, മാർട്ടൻസൈറ്റ് 50%, മാർട്ടൻസൈറ്റ് 90%. അപ്പൊ ഇതാണ് നമ്മുടെ കംപ്ലീറ്റ് ഐസോതെർമൽ. വോയിസ് കട്ടാവുന്നുണ്ടോ? നെറ്റ്വർക്ക് ഉണ്ടല്ലോ. ഓക്കെ. അപ്പൊ ഇതാണ് നമ്മുടെ കംപ്ലീറ്റ് ഐസോതെർമൽ ട്രാൻസ്ഫോർമേഷൻ ഡയഗ്രം. എന്തൊക്കെ കാണിക്കുന്നതിനകത്ത് ആദ്യം ഓസ്നേറ്റ് ആണ്, പിന്നെ യൂടെക്ടോ കാണിക്കണം. യൂടെക്ടോ ടെമ്പറേച്ചർ മുതൽ 540 വരെ എന്താണ് ഓസ്നേറ്റ് കൂൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പിയർലൈറ്റ് കിട്ടും. 540 മുതൽ 250 വരെ ഓസ്നേറ്റ് കൂൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ബേണൈറ്റ് കിട്ടും. 250 താഴോട്ട് നമുക്ക് ഡയറക്റ്റ് കൂൾ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കഴിക്കും? മാർട്ടൻസൈറ്റ് മാത്രമേ കിട്ടത്തുള്ളൂ, അവിടെ വേറെ ഒന്നുമില്ല. മാർട്ടൻസ് ഹലോ, കേൾക്കുന്നുണ്ടോ? വോയിസ് ബ്രേക്ക് ആവുന്നുണ്ടോ? ഇടയ്ക്ക് ബ്രേക്ക് ആവുന്നുണ്ട്, എന്താണെന്ന് അറിയത്തില്ല. എൻ്റെ നെറ്റ്വർക്ക് കറക്റ്റ് ആയിട്ട് കിട്ടുന്നുണ്ട് ഇവിടെ. ഇവിടെ നെറ്റ്വർക്ക് കിട്ടുന്നുണ്ട് ഈ ഭാഗത്ത്, എന്താ കറക്റ്റ് ആയിട്ട് എന്താണെന്ന് അറിയത്തില്ല. അപ്പൊ നമ്മള് ഇത്രയാണ് പറഞ്ഞു വന്നത്. അത്രയും ക്ലിയർ ആയ പറഞ്ഞത്? അപ്പൊ ഐസോതെർമൽ ട്രാൻസ്ഫോർമേഷൻ ഡയഗ്രത്തിനകത്ത് നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ മനസ്സിലായി? അറിയില്ല, ഒരാളെന്ന് പറഞ്ഞു. ഓസ്നേറ്റ് കൂൾ ചെയ്യുമ്പോൾ നമുക്ക് 3 പ്രൊഡക്ട്സ് കിട്ടും. ഡിഫറെന്റ് ടൈപ്സ് ഓഫ് കൂളിംഗ് അല്ലേ. ഒന്നാമത്തെ ഏതാണ്? സ്ലോ കൂളിംഗ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? സ്ലോ കൂളിംഗ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? പിയർലൈറ്റ് കിട്ടും. ഓക്കെ. അത് ഏത് ടെമ്പറേച്ചർ മുതൽ ഏത് ടെമ്പറേച്ചർ വരെയാണ്? യൂടെക്ടോ ടെമ്പറേച്ചർ മുതൽ 540 വരെ അല്ലേ. 540 മുതൽ ഒരു 215 വരെയുള്ള ടെമ്പറേച്ചർ ഓക്സിനേറ്റ് നമ്മൾ കൂൾ ചെയ്യുമ്പോൾ എത്ര കിട്ടും? എന്ത് കിട്ടും? ബയോണൈറ്റ് കിട്ടും. ബയോണൈറ്റിന്റെ സ്ട്രക്ചർ എങ്ങനെയാണ്? ആൽഫ നമ്മുടെ ആൽഫ മെട്രിക്സിനകത്ത് സിമെന്റേറ്റ് നീഡിൽ ഷേപ്പ് സ്ട്രക്ചർ ആണ് വരുന്നത്. മാർട്ടൻസൈറ്റ് എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് ഉണ്ടാവുന്നത്? മാർട്ടൻസൈറ്റ് ഉണ്ടാവുന്നത് റാപ്പിഡ് കൂളിംഗ് ആണ്. ഈ ഒരു വേർഡ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഡിഫ്യൂഷൻലെസ് ട്രാൻസ്ഫോർമേഷൻ ഓഫ് കാർബൺ ആണ്. എന്തുകൊണ്ടാണ് ഡിഫ്യൂഷൻലെസ് ട്രാൻസ്ഫോർമേഷൻ ഓഫ് കാർബൺ എന്ന് പറയുന്നത്? അത് ഫാസ്റ്റ് ആയതുകൊണ്ട് കാർബൺ ആറ്റംസ് ഡിഫ്യൂസ് ചെയ്യാനുള്ള സമയം പോലും കിട്ടത്തില്ല. ഇത്രയും ഫാസ്റ്റ് ആയിട്ടാണ് ഈ ഒരു പ്രോസസ് നടക്കുന്നത്. ഇനി നമുക്ക് മാർട്ടൻസൈറ്റ്, ഇതൊരു ക്വസ്റ്റ്യൻ ആണ്. മാർട്ടൻസൈറ്റ് ഡസ് നോട്ട് അപ്പിയർ ഇൻ അയൺ കാർബൺ ഡയഗ്രാം. ഓക്കെ, അയൺ കാർബൺ ഡയഗ്രത്തിനകത്ത് മാർട്ടൻസൈറ്റ് കാണിക്കുന്നുണ്ടായിരുന്നോ? അയൺ കാർബൺ ഡയഗ്രത്തിനകത്ത് മാർട്ടൻസൈറ്റ് കാണിക്കുന്നുണ്ടായിരുന്നോ? എന്തുകൊണ്ടാണ്? അത് ഇക്വിലിബ്രിയം സ്റ്റേറ്റിൽ ഉള്ള ഇക്വിലിബ്രിയം കൂളിങ്ങിന് വരുന്ന സംഭവമല്ല. നോർമലായിട്ട് കൂൾ ചെയ്യുമ്പോൾ ഒരിക്കലും മാർട്ടൻസൈറ്റ് കിട്ടുമോ? ഇപ്പൊ നോർമലായിട്ട് നമ്മൾ ഒരു മോൾട്ടൺ അയണിനെ കൂൾ ചെയ്യുമ്പോൾ നമുക്ക് മാർട്ടൻസൈറ്റ് കിട്ടുമോ? നോർമൽ കൂളിംഗിൽ നമുക്ക് ഒരിക്കലും മാർട്ടൻസൈറ്റ് കിട്ടത്തില്ല. നോർമൽ കൂളിംഗിൽ നമുക്ക് ഒന്നെങ്കിൽ നമുക്ക് പിയർലൈറ്റ് അല്ലെങ്കിൽ ബയോണൈറ്റ് കിട്ടുന്നത് നോർമൽ കൂളിംഗിലാണ്. നമ്മൾ എക്സ്ട്രാ നമ്മൾ കെയർ കൊടുത്ത് നമ്മൾ ആർട്ടിഫിഷ്യലായിട്ട് കൂൾ ചെയ്യും. അങ്ങനെ ഫാസ്റ്റ് ആയിട്ട് നമ്മൾ പെട്ടെന്ന് തന്നെ നമ്മൾ വെള്ളത്തിനകത്ത് ഡിപ്പ് ചെയ്യുകയോ അല്ലെങ്കിൽ ടെമ്പറേച്ചർ ലോവർ ചെയ്യുകയോ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? അവിടെ കാർബൺ ആറ്റംസിന് ഡിഫ്യൂസ് ചെയ്യാനുള്ള ടൈം പോലും കിട്ടത്തില്ല. അത്രയും ഫാസ്റ്റ് ആയിട്ട് അവിടെ ആ കൂളിംഗ് പ്രോസസ് നടക്കുമ്പോഴത്തേന് അങ്ങനെ ഉണ്ടാവുന്നതാണ് മാർട്ടൻസൈറ്റ്. അത് ഒരിക്കലും ഇക്വിലിബ്രിയം കൂളിംഗിൽ ഉണ്ടാകുന്നതല്ല. അതുകൊണ്ടാണ് ഈ ഒരു മാർട്ടൻസൈറ്റ് എന്ന് പറയുന്ന സംഭവം അയൺ കാർബൺ ഡയഗ്രത്തിനകത്ത് കാണിക്കാത്തത്. ഓക്കെ, ഇറ്റ് ഈസ് നോട്ട് ആൻ ഇക്വിലിബ്രിയം ഫേസ്. ഓക്കെ, ഓസ്റ്റനേറ്റ് മാർട്ടൻസൈറ്റ് ട്രാൻസ്ഫോർമേഷൻ റെപ്രസെന്റ് TTT ഡയഗ്രം കാണിച്ചിട്ടുണ്ട് അല്ലേ. അത് നമ്മൾ കാണിച്ചായിരുന്നു അല്ലേ? എങ്ങനെയാന്ന് കാണിച്ചല്ലോ. ഇതാണ് മാർട്ടൻസൈറ്റ് സ്റ്റാർട്ടിങ്, ഇതാണ് മാർട്ടൻസൈറ്റ് 50%, ഇതാണ് മാർട്ടൻസൈറ്റ് 90%. അപ്പൊ ഈ ഭാഗത്തും മാർട്ടൻസൈറ്റ് മാത്രമേ ഉള്ളൂ. അപ്പൊ നമ്മൾ എന്തോ ഈ ഓസ്നേറ്റ്
നമ്മൾ പറഞ്ഞു തന്നത് ഇവിടെയുള്ള ഓസനേറ്റ് ഡയറക്റ്റ് ആയിട്ട് ഈ ടെമ്പറേച്ചറിലോട്ട് കൊണ്ടുവന്ന് കഴിഞ്ഞാൽ നമ്മൾ എന്ത് മാത്രമേ കിട്ടത്തുള്ളൂ, നമുക്ക് എന്ത് മാത്രമേ കിട്ടത്തുള്ളൂ, മാർട്ടൻസൈറ്റ് മാത്രമേ കിട്ടത്തുള്ളൂ. ഇനി നമുക്ക് ഈ മാർട്ടൻസൈറ്റ് ഈ ഒരു TT ഡയഗ്രാം, ഐസോതെർമൽ ട്രാൻസ്ഫോർമേഷൻ ഡയഗ്രാം കൊണ്ട് നമുക്ക് എന്ത് ഉപയോഗമാണ് നമുക്ക് നോക്കാം. എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് ഇതിനകത്തുനിന്ന് നമുക്ക് കിട്ടും നോക്കി. ഈ ഡയഗ്രാം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഡയഗ്രാം ഇൻഡിക്കേറ്റ്സ് ദ ഫേസസ് എക്സിസ്റ്റിംഗ് ദ സ്റ്റീൽ ഓഫ് എ സ്പെസിഫിക് കോമ്പോസിഷൻ അറ്റ് വേരിയസ് ടെമ്പറേച്ചർ ആൻഡ് ടൈം. അതായത് നമ്മളൊരു സ്റ്റീല് ഓരോ ഡിഫറെന്റ് ടെമ്പറേച്ചറിലും ഡിഫറെന്റ് ടൈമിലും ഏത് ടൈപ്പ് സ്റ്റീലാണ് നമുക്ക് കിട്ടുന്നതെന്ന് നമുക്ക് നോക്കാൻ പറ്റും ഇല്ലേ. ഇപ്പൊ നമ്മൾ ആ ഒരു യൂണിറ്റ് ടെമ്പറേച്ചർ മുതൽ 540 വരെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പിയർലൈറ്റ് ആണ് വരുന്നത്. പിയർലൈറ്റിന്റെ കോമ്പോസിഷൻ എന്ന് പറയുമ്പോഴത്തേന് ആൽഫ ഫെറേറ്റും സിമിനേറ്റും ഉണ്ട്. പക്ഷെ അതിന്റെ സ്ട്രക്ചർ നമ്മൾ പറഞ്ഞു. അതുപോലെ തന്നെ പിന്നെ അടുത്ത് എന്താ പറയുന്നത് 540 മുതൽ 250 വരെ നമുക്ക് ബയോണൈറ്റ് ആണ് കിട്ടുന്നത് അല്ലെ. ബയോണൈറ്റിനകത്ത് ഇങ്ങനെയാണ് അതിന്റെ സ്ട്രക്ചറും പറഞ്ഞു. അപ്പൊ നമുക്ക് നമ്മുടെ ടെമ്പറേച്ചർ, നമുക്കൊരു സ്പെസിഫിക് ടെമ്പറേച്ചർ തന്നു കഴിഞ്ഞാൽ ആ ടെമ്പറേച്ചർ വെച്ചിട്ട് നമുക്ക് TT ഡയഗ്രാം പ്ലോട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ അയൺ നമ്മൾക്ക് കിട്ടിയ സ്പെസിമെന്റ് എന്താണ് അവിടുത്തെ കോമ്പോസിഷൻ, എന്താണ് അവിടുത്തെ മൈക്രോ സ്ട്രക്ചർ, എല്ലാ കാര്യങ്ങളും നമുക്ക് അവിടുന്ന് മനസ്സിലാവാൻ പറ്റും അല്ലേ. അത് മാത്രമല്ല ഹീറ്റ് ട്രീറ്റ്മെന്റ് എന്ന് കേട്ടിട്ടുണ്ടോ? ഹീറ്റ് ട്രീറ്റ്മെന്റ് നിങ്ങൾക്ക് അടുത്ത സെക്ഷനിൽ നിങ്ങൾ പഠിക്കും. പക്ഷെ ഹീറ്റ് ട്രീറ്റ്മെന്റ് എന്ന് പറയുമ്പോൾ നമുക്ക് റിക്വയർഡ് ആയിട്ടുള്ള ഒരു മൈക്രോ സ്ട്രക്ചർ ഉണ്ടാക്കി എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നൊരു പ്രോസസ്സാണ് ഹീറ്റ് ട്രീറ്റ്മെന്റ്. അപ്പൊ നമുക്ക് ചിലപ്പോൾ ഫൈൻ ഗ്രെയിൻ സ്ട്രക്ചർ വേണം, അല്ലെങ്കിൽ കോഴ്സ് ഗ്രെയിൻ സ്ട്രക്ചർ വേണം, അല്ലെങ്കിൽ പിയർലൈറ്റ് മാത്രം മതി, അല്ലെങ്കിൽ ബയോണൈറ്റ് മാത്രം മതി, അല്ലെങ്കിൽ മാർട്ടൻസൈറ്റ് വേണം, അല്ലെങ്കിൽ പിയർലൈറ്റ് ബയോണൈറ്റ് കൂടെ മിക്സ്ചർ വേണം. അങ്ങനെ നമുക്ക് ഏത് കോമ്പിനേഷൻ വേണമെങ്കിലും നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. എങ്ങനെ? ഈ TT ഡയഗ്രാം യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഏത് കോമ്പിനേഷൻ വേണമെങ്കിലും നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അത് എങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്നത് വെച്ചാൽ നമ്മളൊരു കൂളിംഗ് സൈക്കിൾ നമ്മൾ ക്രിയേറ്റ് എക്സാമ്പിളായിട്ട് നമുക്ക് ഈ ഒരു എക്സാമ്പിൾ വെച്ചിട്ട് പറയാം. നോക്കി, ഇത് നമ്മുടെ TT ഡയഗ്രാം ആണ് അല്ലെ. ഇത് നമ്മുടെ TT ഡയഗ്രാം ആണല്ലോ. അതിനകത്ത് 3 കൂളിംഗ് സൈക്കിൾ കൊടുത്തേക്കും. ഒന്ന് A എന്ന് പറഞ്ഞ കൂളിംഗ് സൈക്കിള്, ഒന്ന് B എന്ന് പറഞ്ഞ കൂളിംഗ് സൈക്കിള്, ഒന്ന് C എന്ന് പറഞ്ഞ കൂളിംഗ് സൈക്കിള്. ഈ A എന്ന് പറഞ്ഞ കൂളിംഗ് സൈക്കിൾ നിങ്ങളൊന്ന് നോക്കിയേ. A എന്ന് പറഞ്ഞ കൂളിംഗ് സൈക്കിൾ നിങ്ങളൊന്ന് നോക്കിയേ. എന്താണ് അവിടെ സംഭവിക്കുന്നത്? A എന്ന് നോക്കിയേ. A ടെമ്പറേച്ചർ ആദ്യം എത്രയായിരുന്നു? ബ്യൂട്ടക്ടോൾ ടെമ്പറേച്ചറിനെക്കാട്ടിലും മുകളിലായിരുന്നു അല്ലേ. A ടെമ്പറേച്ചർ ആദ്യം എത്രയായിരുന്നു? ബ്യൂട്ടക്ടോൾ ടെമ്പറേച്ചർ. അവിടെ അപ്പൊ എന്ത് മാത്രമേ ഉള്ളൂ? ഓസനേറ്റ് മാത്രമേ ഉള്ളൂ. നോക്കി, എന്നിട്ട് ഞാൻ എന്ത് സംഭവിക്കുന്നത്? അതിലിങ്ങനെ കൂൾ ചെയ്ത് റാപ്പിഡ് കൂൾ ചെയ്ത് എവിടെ കൊണ്ടുവരുന്നു? ഓൾമോസ്റ്റ് ഒരു 350 കൊണ്ടുവന്നു. റാപ്പിഡായിട്ട് കൂൾ ചെയ്ത് ഓൾമോസ്റ്റ് ഒരു 350 കൊണ്ടുവന്നു. 350 കൊണ്ടുവന്നിട്ട് അതിന് കുറച്ച് നേരം, അതായത് ഇത്രയും സമയം ഞാൻ 350 ഡിഗ്രി സെൽഷ്യസിൽ തന്നെ വെക്കുക. അതായത് ഞാൻ പറയുന്നത് മനസ്സിലാകുന്നുണ്ടോ? A എന്ന് പറയുന്ന സൈക്കിൾ മാത്രം നോക്കുക. A എന്ന് പറയുന്ന സൈക്കിൾ ആദ്യമേ ടെമ്പറേച്ചർ 800 അല്ലെങ്കിൽ 700 മുകളിലാണ്. അതിനുശേഷം റാപ്പിഡായിട്ട് കൂൾ ചെയ്തിട്ട് ഏകദേശം 350 ഡിഗ്രി ടെമ്പറേച്ചർ കൊണ്ടുവരുന്നു. 350 കൊണ്ടുവന്നിട്ട് കുറേ നേരം 350 റേഞ്ച് തന്നെ വെച്ചുകൊണ്ടിരിക്കുന്നു. കുറേ നേരം എന്ന് വെച്ചാൽ എത്ര സമയമാണ്? ഇത്രയും സമയം ഞാൻ 350 കൊണ്ടുവന്ന് ഇവിടെ കൊണ്ട് നിർത്തിയപ്പം ഈ റേഞ്ചിൽ എന്തോ ഉള്ളത്? ഈ ഭാഗത്ത് എന്തോ ഉള്ളത്? നിങ്ങൾ പറ. ഈ ഭാഗത്ത് എന്തോ ഉള്ളത്? ഇവിടെ പിയർലൈറ്റ്, ഇവിടെ ബയോണൈറ്റ്, ഇവിടെ മാർട്ടൻ. ഈ ഭാഗത്ത് എന്തോ ഉള്ളത്? പറഞ്ഞേ. ഈ ഭാഗത്ത് എന്തോ ഉള്ളത്? ഈ ഭാഗത്ത് എന്തോ ഉള്ളത്? ഓക്കെ, നോക്കിയേ. ഈ ഭാഗത്ത് എന്തോ? നിങ്ങൾ കറക്റ്റ് ആയിട്ട് നോക്ക്. ഏന്ന് പറയുന്ന ഒരു കർവ്, കേൾക്കുന്നുണ്ടോ? ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ?
ഹലോ, ഓക്കെ. നിങ്ങൾ നോക്ക്, എ എന്ന് പറഞ്ഞ കർവ് മാത്രം നോക്ക്. എ എന്ന് പറഞ്ഞ കർവിന്റെ മൂവ്മെന്റ് നോക്ക്. ആദ്യം എ എവിടെ, നിങ്ങൾ പിന്നെ പറ. എ എവിടെയായിരുന്നു? എ എവിടെയായിരുന്നു? പറ. ഓസ്റ്റനേറ്റ് മാത്രമുള്ള. പിന്നിട്ട് എനെ എങ്ങോട്ട് കൊണ്ടുവന്ന് കൂൾ ചെയ്ത് ഇത് പെട്ടെന്ന് റാപ്പിഡ് കൂളിംഗ് അല്ലേ? റാപ്പിഡ് കൂളിംഗ് അല്ലേ? പതുക്കെ കൂൾ ചെയ്യുമ്പോൾ നമ്മൾ എങ്ങനെയാണ് ഇങ്ങനെ വെർട്ടിക്കലായിട്ട് വരത്തില്ല. റാപ്പിഡ് കൂളിംഗ് അപ്പോൾ ഈ ടെമ്പറേച്ചറിലോട്ട് കൊണ്ടുവരാൻ എടുക്കുന്ന സമയം നോക്കിയാൽ വളരെ കുറച്ച് സമയത്തിനുള്ളിൽ ആ ടെമ്പറേച്ചറിലോട്ട് കൊണ്ടുവന്നത്. അപ്പൊ എവിടെ കൊണ്ടുവന്ന് നിർത്തി? 350 കൊണ്ടുവന്ന് നിർത്തിയപ്പോഴും അവിടെ എന്ത് മാത്രമേ അവിടുത്തെ 350 കൊണ്ടുവന്ന് നിർത്തിയാലും അവിടെ എന്ത് ഫേസാ ഉള്ളത് നോക്കിയേ. ഇവിടെ എന്തോ ഉള്ളത്? ഇവിടെ എന്തോ ഉള്ളത്? ഇവിടെ എന്തോ ഉള്ളേ? ഈ ഭാഗത്ത് എന്തോ ഉള്ളേ? ഓസ്റ്റനേറ്റ് ആണുള്ളത്. അപ്പൊ 800 350 കൊണ്ട് നിർത്തിയിട്ടും ഫേസ് ചേഞ്ച് ഒന്നും ഉണ്ടായിട്ടില്ല. അവിടെ എന്ത് മാത്രമേ ഉള്ളൂ? ഇനി ഞാൻ എന്തെടുക്കാൻ പോവാ? ഇതിനെ ഒരു 350 ഡിഗ്രി സെൽഷ്യസിൽ ഒരു കുറച്ച് സമയം ഞാൻ നിർത്താൻ പോവാണ്. ഇത്രയും സമയം ഞാൻ 350 ഡിഗ്രി സെൽഷ്യസിൽ നിർത്താൻ പോവാ. അപ്പൊ എവിടെ എത്തി? ഈ പോയിന്റ് എത്തി. ഈ പോയിന്റിൽ എന്തോ ഉള്ളത്? ഇവിടെ ഇത്രയും ഭാഗത്ത് പിയർ ലൈറ്റ്, ഇവിടെ ഇത്രയും ഭാഗത്ത് എന്തോ ഉള്ളത്? പറഞ്ഞേ, ബയോണെറ്റ് അല്ലേ? ഇതിന് ഈ ലൈൻ താഴോട്ട് എന്തോ ഉള്ളേ? ഈ ലൈൻ താഴോട്ട് എന്തോ ഉള്ളേ? ഈ ലൈൻ അല്ല, ഈ ലൈന് താഴോട്ട് എന്തോ ഉള്ളത്? ഈ ലൈന് താഴോട്ട് മാർട്ടൻ സൈറ്റാ. ആ ലൈന് ഓക്കെ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, അപ്പൊ ഈ ഓസ്റ്റനേറ്റ് കൂൾ ചെയ്ത് 350 ഡിഗ്രി സെൽഷ്യസ് ഞാൻ കുറച്ച് സമയം ഇങ്ങനെ എവിടെ? അപ്പൊ ഈ ഭാഗത്ത് എന്തോ ഉള്ളത്? പറ. വോയിസ് കട്ടാവുന്നുണ്ടല്ലേ? ഓക്കെ. ഇപ്പൊ എങ്ങനെ ഉണ്ടടാ? ഇപ്പൊ ഈ കട്ടാവുന്നുണ്ടോ? ഓക്കെ, എന്തായാലും ഞാൻ ഈ വീഡിയോ റെക്കോർഡ് ചെയ്യുന്നുണ്ട്. ഇത് നിങ്ങൾക്ക് യൂട്യൂബിൽ ഇത് വീണ്ടും നിങ്ങൾ സംശയമുള്ളവർ ഒന്നുകൂടെ കേട്ട് നോക്കിയാൽ മതി. ഇവിടെ കട്ടാവുന്ന പോർഷൻ. അപ്പൊ നോക്കി, അപ്പൊ ഈ ഭാഗത്ത് നമുക്ക് എന്ത് കിട്ടും? ബയോണൈറ്റ് അല്ലേ? ഈ ഭാഗത്ത് എന്താ ഉള്ളത്? നിങ്ങൾ പറ. ഈ ഭാഗത്ത് ലൈറ്റ്, ഈ ഭാഗത്ത് എന്താ ഉള്ളത്? ബയോണൈറ്റ്. അപ്പൊ നമുക്ക് ഇവിടെ കിട്ടിയത് 100% ബയോണൈറ്റ് കട്ടാവുന്നുണ്ട് അല്ലേ?